അപ്പോൾ നമ്മൾ മസ്കറ്റിലാണ് കേട്ടോ. സമയം 2:15 റൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റൈഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ ഒരു രക്ഷയില്ല, പൊളി വൈബായിരിക്കും. ഇത് കണ്ടില്ലേ, ബൈക്കൊക്കെ നോക്കിക്കണ്ടേ, രാത്രി 2:30 മസ്കറ്റ് ഹൈയിലാണുള്ളത്. ഇത് കണ്ടില്ലേ, എല്ലാ ബൈക്കേഴ്സും ഉണ്ട് നമ്മളുടെ. എന്തായാലും ഒരു 8 ദിവസം മുമ്പാണ് ഇവരെയൊക്കെ പരിചയപ്പെട്ടത്. അപ്പോൾ ഇതിങ്ങനെ എന്താ പറയേണ്ടത്, ദുബായ് ടു ഒമാനിലേക്ക് വരുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ 8 ദിവസം കൊണ്ട് 3ാമത്തെ റൈഡ് ഒമാനിലേക്കാണ് വന്നിരിക്കുന്നത്. അടുത്തത് GCC കംപ്ലീറ്റ് കവർ ചെയ്യണമെന്നാണ്. അപ്പോൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, മസ്കറ്റിൻ്റെ ഒരുമാതിരി വ്യൂ കംപ്ലീറ്റ് കാണാൻ പറ്റും കേട്ടോ. മസ്കറ്റ് ഹൈ എന്നാണ് പറഞ്ഞത് അല്ലേ? ഇതെവിടെ? മസ്കറ്റ് ഹൈറ്റ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് വലിയ പിടുത്തം കിട്ടണില്ല ഈ സ്ഥലമൊക്കെ. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിലും എനിക്കിത് അധികം ഞാൻ വരാത്ത സ്ഥലമാണ്. ബോഷറാന്ന് തോന്നുന്നു താഴേക്കാ, ബോഷറാണ് ആ സ്ഥലങ്ങളാണ്. എന്തായാലും ഒരുപാട് റൈഡേഴ്സൊക്കെ വരുന്ന ഒരു ഇതിലാണ്, ഒരുപാട് റൈഡേഴ്സൊക്കെ പോകുന്നുണ്ടായിരുന്നു. എന്തായാലും മസ്കറ്റിൽ ഒരുപാട് റൈഡേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. റൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നേരം വെളുക്കുന്നവരെ ഓടിക്കും, ആ മൂഡിലാണുള്ളത്. എന്തായാലും ഇനി നാളെ വെളുപ്പിന് എന്താ പറയണ്ട, അടുത്ത റൈഡ് ആരംഭിക്കും. 4 മണിക്ക് എണീക്കേണ്ടതാണ്. ഇപ്പോൾ സമയം 2:30. ഒരു രക്ഷയില്ല. അതൊരു ഇൻട്രസ്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പിടിച്ചാൽ കിട്ടിയാലെന്ന്. ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങൾ എന്ത് വേണം അതൊന്നും അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് റൈഡിന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവരോടൊക്കെ പറഞ്ഞാൽ ഇത് മനസ്സിലാവും, തലയിൽ കയറിയണവർ. അല്ലാതെ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപ്പറ്റി നിങ്ങൾക്ക് എന്താ അവിടം വരെ ബൈക്ക് ഓടിക്കില്ല അങ്ങനെയൊക്കെ ആയിരിക്കും അവർ ചിന്തിക്കണത്. അപ്പോൾ എന്തായാലും സന്തോഷം. ഓക്കെ, ബൈ.